ഇതാണ് നമ്മുടെ ലോങ് റൈഡിലുള്ള ഒരു സെൽഫ് ഡിഫെൻസ്. കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഞാൻ ഇന്ന് പോണത്. കന്നഡದಲ್ಲಿ ഇതിന് ಹೆಸರು ಏನು? ಚಕ್ಕ. ಏಯ್ ಇದು ಚಕ್ಕ. ಜಾಕ್ ಫ್ರೂಟ್ ಇಂಗ್ಲಿಷ್. ಕನ್ನಡದಲ್ಲಿ ಏನು? ಹಸನ್. ಅನಸ್ತನ್. ಏನಲ್ಲ ಇದೆ? എഗ് റൈസ് ಎಷ್ಟು? 50. ഏറ്റവും വില കുറവിൽ നല്ല ഭക്ഷണം കിട്ടണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ് റൈസ് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. കർണാടകയിലൊക്കെ രാത്രി പെട്രോൾ പമ്പിൽ ടെന്റ് അടിച്ച് കിടന്നാൽ എന്താവോ എന്തോ. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഡ്രീം റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇന്നലെ എടുത്തില്ലായിരുന്നു. അപ്പൊ നമ്മളിന്ന് വയനാട് കഴിഞ്ഞ് കർണാടകയിൽ നിന്നാണ് ഇപ്പൊ തുടങ്ങാൻ പോണത്. ഇവിടെ ജസ്റ്റ് വയനാട്ടിൽ നിന്ന് 45 കിലോമീറ്റർ ഉള്ള ഗുണ്ടൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫാം ഹൗസിലാണ് ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചത് ഫസ്റ്റ് ഡേ നൈറ്റ്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് കർണാടകയുടെ അടുത്ത സ്ഥലങ്ങൾ പിടിക്കാൻ പോയാണ്. കർണാടക, മഹാരാഷ്ട്ര അങ്ങനെയാണ് പ്ലാൻ. അപ്പൊ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. വണ്ടിയൊക്കെ ഏകദേശം സെറ്റാണ്. ഇനിയിപ്പോ എന്തായാലും ലോങ് വീഡിയോസ് ഒക്കെ ഒരു 2 ദിവസം കൂടുമ്പോ ഉണ്ടാവും. നെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന പ്രശ്നം അതാണ്. അപ്പൊ കറക്റ്റായിട്ട് നെറ്റ്വർക്ക് ഒക്കെ കിട്ടുന്നതനുസരിച്ചായിരിക്കും ലോങ് വീഡിയോസ് ഒക്കെ വീഴുന്നത്. ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ലോങ് റൈഡിലുള്ള ഒരു സെൽഫ് ഡിഫെൻസ്. ഇത് നമ്മൾ ഈ ബോക്സ് എടുക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചേക്കേട്ടാ. സോളോ റൈഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതേപോലെ സെൽഫ് ഡിഫെൻസുകളൊക്കെ ഇനി വഴിയിൽ പിടിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ചെക്കിങ്ങിനകത്ത്. നമ്മുടെ ഈ ഒരു ബോക്സിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോരോ സാധനം എത്രത്തോളം യൂസ്ഫുൾ ആവുന്നു അനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബാഗിൽ ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. ഇത്രയും ഡ്രസ്സ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യം വരും. നമ്മൾ കൂടുതലും ക്യാമ്പിംഗ് ആണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡ്രസ്സ് കഴുകുക എന്നുള്ളത് എപ്പോഴും നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ മാക്സിമം വീക്കിലിയൊക്കെ ഒരു 1 ഡേ 2 ഡേ ഒക്കെ റൂം എടുക്കാനേ പ്ലാൻ ഉള്ളത്. അപ്പൊ മാക്സിമം ഡ്രസ്സ് നമ്മുടെ കയ്യിൽ വേണം. ഹൈഡ്രേഷൻ ബാഗിന് കിട്ടിയ മറ്റൊരു പണിയാണ് കേട്ടോ ഈ സാധനം. നൈസായിട്ട് ഇവിടുന്ന് വെള്ളം ലീക്ക് ആവുന്നുണ്ട്. ഞാൻ ശരിക്കും എൻ്റെ ബ്ലാഡർ ശരിക്കും റൈഡേൻ്റെ ആയിരുന്നു. പക്ഷെ അതും ഇതുപോലെ ലീക്ക് വന്നിട്ട് ഞാൻ മാറ്റിയതാണ് ഫുള്ള്. ഇപ്പം ഞാൻ സൊളൈസിൻ്റെ ബ്ലാഡറും അതിൻ്റെ തന്നെ പൈപ്പാണ് ഇട്ടേക്കണം. പക്ഷെ എന്നിട്ടും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം എങ്ങനെയോ ലീക്കാകുന്നുണ്ട്. ഇത് കണ്ട എന്താ സംഭവം എന്നൊരു പിടുത്തവും കിട്ടണില്ല. ഇങ്ങനെ സെയിം മറ്റേൽ വന്നിട്ട് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. നമ്മുടെ ഈ ഹൈഡ്രേഷൻ ബാഗിൽ ഈ മറ്റേ ബ്ലാഡറിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആവണതിൻ്റെ പ്രധാന കാരണം ഈ കാണുന്ന ചെറിയ ബുഷ് കണ്ട. ഈ ബുഷിൽ ചെറിയൊരു സ്ക്രാച്ച് വീണപ്പോൾ തന്നെ അത്രയും വെള്ളം ഇറങ്ങി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആ ഒരു ബ്ലാഡറിന് ലീക്ക് വന്ന ഈ ഒരു ബുഷ് ശ്രദ്ധിച്ചാൽ മതിട്ടോ. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡിയാവും. ഇനി മുതലാണ് അപ്പോൾ ലോങ് വീഡിയോസ് ചെയ്തു തുടങ്ങാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി കർണാടകയിൽ നിന്ന് നേരെ ഷിമോഗ ആ ഒരു റൂട്ടിലേക്കാണ് റോഡ് ട്രിപ്പ്. ഇപ്പോൾ ഉച്ചയായി. ഇനി ഇവിടുന്ന് എപ്പോൾ എത്തുമോ അവിടെ നിന്ന് രാത്രി ക്യാമ്പിംഗ് ആണ്. ടെൻറ്റ് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കൂടുതൽ യാത്രകളിൽ ടെൻറ്റാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഇനി കർണാടകയുടെ റോഡ് ട്രിപ്പാണ് ശരിക്കും ഇനി കണ്ടുകൊണ്ടിരിക്കാൻ പോണത്. കിടിലൻ റോഡ് ട്രിപ്പ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കണം. ഇതാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ ആ ഒരു ഏരിയ. കർണാടകയുടെ ശരിക്കും ഒരു മണ്ണും കളറും ഒക്കെ ഫുള്ള് ഇങ്ങനെയാണ് ശരിക്കും. ഇവിടെ അങ്ങനെ അധികം മരങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. ചെറിയ മരങ്ങളും ഉള്ളു. പിന്നെ ഫുള്ള് കോറിയും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. ഓക്കെ അത് വേറെ വാങ്ങി വാ. ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ടാകും നോക്കുക. ആ സ്വിച്ച് ഒന്ന് ഓണാക്ക്. ഈ മൊബൈൽ സ്റ്റാൻഡിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ടാകും കറുപ്പ്. അത് ഓണാക്ക്. ഓണായ ഓക്കെ കാണാം. ഓക്കെ ആ ശരി. ഇവിടെ കൂടുതലും കൃഷികൾ തന്നെയാണ്. ഈ ഒരു ഗുണ്ടൽപേട്ടയിൽ മൊത്തത്തിൽ 90% ആൾക്കാരും കൃഷിയും അതുപോലെ തന്നെ കച്ചവടമൊക്കെയാണ് ചെയ്യണത്. അപ്പുറത്ത് കാണുന്ന റൈറ്റ് സൈഡിലെ നിലമൊക്കെ ഉഴുതു മറിച്ചിട്ടേക്കണ കണ്ടില്ലേ. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് നമ്മുടെ ശരിക്കുള്ള പ്ലാൻ. പക്ഷേ ഇതൊന്നും ഒരു പ്ലാനിങ് ഉള്ളൊരു ട്രിപ്പല്ല. എവിടെ എത്തണോ എങ്ങനെ പോകണോ അങ്ങനെയൊന്നും ഒരു പ്ലാനും ഇല്ല. വെറുതെ അങ്ങോട്ട് പോയേ. ഇന്ന് കർണാടകയുടെ ഉൾഗ്രാമങ്ങൾ ആരും പോകാത്ത വഴിയിലൂടെയൊക്കെ കറങ്ങാമെന്നാണ് എൻ്റെ പ്ലാൻ. എല്ലാവരും ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ഞാൻ വെറുതെ ഇവിടുന്ന് കർണാടകയുടെ ഓരോ റോഡുകളൊക്കെ വെറുതെ മാപ്പൊക്കെ എടുത്ത് നോക്കി ഓരോ സ്ഥലങ്ങളൊക്കെ കാണും അങ്ങോട്ടേക്ക് ഓടിച്ചു പോയാണ്. ഇപ്പോൾ ഉള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞ പോലെ ഷിമോഗ ഹുബ്ലിയൊക്കെ പിടിക്കാന്നുള്ളൊരു പ്ലാനാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേക്കണം. ഇനിയിപ്പോൾ എൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ എന്തൊക്കെയാണ് പ്ലാന്, എങ്ങോട്ട് തിരിയണം, എങ്ങനെ ഇതാണെന്നൊക്കെ ആ ഒരു മൂഡിൽ അങ്ങോട്ടൊക്കെ തിരിഞ്ഞങ്ങ് പോയിരിക്കും. അങ്ങനെ ഇരിക്കും ശരിക്കും ഈ ഒരു റൈഡ്. ശരിക്കും അങ്ങനെ ഇരിക്കും. ഒരു പ്ലാനും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും നമ്മൾ അപ്പ സ്ഥലങ്ങൾ മാറ്റി കയറി പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് കേട്ടോ ഗുണ്ടൽപേട്ട ടൗൺ. ഇവിടെ വയനാട് ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ കയറി പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞ ഈ ഒരു ടൗൺ ഏകദേശം ഒരു 45-50 കിലോമീറ്ററിന് അടുത്തുണ്ട് ഇങ്ങോട്ടേക്ക്. ഒരു ചെറിയ ടൗണ്.
വലിയ സെറ്റപ്പ് ഒന്നുമില്ല എങ്കിലും ഒരു ചെറിയ ടൗൺ. കർണാടകയുടെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ അതൊക്കെ ഇവിടുന്ന് നേരെയാണ് നമ്മൾ പിടിക്കുന്നത്. മൈസൂരും ബാംഗ്ലൂരിലേക്കൊന്നും കയറാൻ പ്ലാനില്ല കേട്ടോ. മൈസൂരും ബാംഗ്ലൂരൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ വലഞ്ഞു പോകും നമ്മൾ. അതുപോലത്തെ തിരക്കുമായിരിക്കും, അതുപോലെ തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഹീറ്റും എല്ലാം കൂടി നമുക്ക് താങ്ങാൻ പറ്റില്ല. റൈഡിങ് ഗിയറും സാധനങ്ങളും ആകെ ഇടങ്ങിയ സീനായിരിക്കും. പിന്നെ മൈസൂരും ബാംഗ്ലൂരൊക്കെ നമ്മൾ എപ്പോഴും പോകണമല്ലേ. അതുകൊണ്ട് ഇന്ന് എങ്ങനെയൊക്കെ ഉൾഗ്രാമങ്ങൾ കയറി കർണാടകയുടെ എന്തൊക്കെ കാഴ്ചകൾ കാണാം അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. ഇവിടുത്തെ റോഡുകളിലെ എവിടെയൊക്കെ പോകാൻ നേരം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം. ആരെങ്കിലും വട്ടം ചാടും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോങ് സൈഡും അവിടുത്തെ ഇവിടുന്നൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് വന്ന് കർണാടകയുടെ റോഡുകളിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മാറ്റം, റോഡിലെ തന്നെ ഒരു മാറ്റം ഇതാ കണ്ട. ആർക്കും ഹെൽമെറ്റും കാര്യങ്ങളൊന്നുമില്ല. റോങ് സൈഡൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടിയൊക്കെ കയറി വരും. ഇവിടുത്തെ റോഡുകളിൽ പോകാൻ നേരം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. വല്ല പശു ആടാ മാടിനെയൊക്കെ മുട്ടിയാൽ കഴിഞ്ഞ് അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ട്രിപ്പിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത്. കണ്ട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ ആണെങ്കിലും ലോക്കൽ ഏരിയ ആണെങ്കിലും ആൾക്കാർ ഇവിടെ അങ്ങനെ കേരളത്തിനെ വെച്ച് നോക്കാൻ നേരം വലിയ റോഡ് നിയമങ്ങളൊന്നും പാലിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ സൂക്ഷിച്ചോണം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ വണ്ടി കേലും കൂടി ആയതുകൊണ്ട് എന്തെങ്കിലും സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ മാക്സിമം നമ്മുടെ കയ്യിൽ ഫണ്ട് വാങ്ങാൻ നോക്കിയെടുക്കും. ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണത് ഈ ക്യാമറേൻ്റെ ഫ്രണ്ടിലെ ലെൻസിൽ പൊടിയോ എന്തെങ്കിലും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഇടക്കിടക്ക് അങ്ങനെ നോക്കണത്. കർണാടകയുടെ റോഡൊക്കെ അടിപൊളിയാട്ടോ. നമുക്ക് നല്ല വെടിയും പുകയും പോലെ പോകാം. പല സ്ഥലങ്ങളിലും ഫ്രീ ആണ്. ടൗൺ ഏരിയ വരുമ്പോൾ മാത്രമേ ലേശം തിരക്കുള്ളൂ. ബാക്കി ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ല കിടിലൻ റോഡുകളാണ്. നല്ല ഓടിക്കാൻ നല്ല സുഖവും. നല്ല വെയിലാണെന്നുണ്ടെങ്കിലും റണ്ണിങ്ങിൽ നമുക്ക് നല്ല കൂളാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൃത്യപ്പോൾ വേർതിരിക്കണതെല്ലാം ഈ ഒരു കാറ്റങ്ങ് അടിക്കാൻ നേരം എ സിക്കകത്തിരിക്കുന്ന ഒരു ഫീലാണ് റൈഡിങ് ജാക്കറ്റിൻ്റെ അകത്ത് ശരിക്കും. നോർമൽ പെട്രോൾ നോർമൽ. എന്തായാലും ഇത്ര ലഗേജ് വണ്ടിക്കകത്ത് കയറ്റിയേക്കണമല്ലേ. അപ്പോൾ വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കോ. ഇൻസ്റ്റാഗ്രാം റീൽ മിക്കവാറും ഞാൻ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യും. ഇത്ര ലഗേജ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത്. 819 രൂപേൻ്റെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എവിടം വരെ എത്താൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ ഇപ്പോൾ മൈസൂരിനടുത്താണുള്ളത്. മൈസൂർ ടൗണിലേക്ക് കയറില്ല. ഇവിടുന്ന് ലെഫ്റ്റ് കയറിയാണ് നമ്മൾ തിരിയണത്. അപ്പോൾ ഈ ഒരു പെട്രോളിൽ 800 രൂപേൻ്റെ പെട്രോളിൽ എവിടം വരെ നമുക്ക് കർണാടക പിടിക്കാൻ പറ്റുമെന്നും കൂടി നോക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പ്ലാൻ മാറിയിട്ടാ. നേരെ നമ്മൾ പെനുഗുണ്ട ഫോർട്ട് എന്ന് പറഞ്ഞ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ആ ഒരു സ്ഥലം. പെനുഗുണ്ടക്ക് പിടിക്കാനാണ് നമ്മുടെ പ്ലാൻ. നേരെ അതാ പറഞ്ഞത്, എപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എങ്ങനെ തോന്നുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ റൈഡ് പോണത്. നേരത്തെ പ്ലാനിങ് അല്ല. ഈ പെനുഗുണ്ട ശരിക്കും പ്ലാനിങ്ങിനുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ നമ്മളിപ്പോൾ നേരെ പെനുഗുണ്ടക്ക് പിടിക്കുകയാണ് നേരെ. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ കർണാടകയുടെ ഒരറ്റം ചെന്ന് ആന്ധ്ര ബോർഡർ കയറുമ്പോൾ തന്നെയാണ് ഈ പെനുഗുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം. കിടിലൻ സ്പോട്ടാണ് പെനുഗുണ്ട. അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോണത്. ശരിക്കും ഇതേപോലത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ തന്നെയാണ് കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആടുകളും മാടുകളും കൃഷിയും അതും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. നമ്മുടെ കേരളത്തിലൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇതേപോലെ ആടുകളും മാടുകളൊക്കെ. കർണാടകയിലൂടെയുള്ള യാത്രയിൽ റോഡ് സൈഡിലൊക്കെ ഉച്ച സമയത്തല്ല, ഒരു വൈകിട്ട് സമയത്തൊക്കെ ഇതേപോലത്തെ കാഴ്ചകൾ ഒരുപാട് നമുക്ക് കിട്ടും. ഏകദേശം ഉച്ച സമയത്താണ്, ഞാൻ ഒരു 1 മണി സമയത്താണ് ശരിക്കും ഗുണ്ടൽപേട്ടയിൽ നിന്ന് ആ ഒരു ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ വൈകിട്ടായി, ഇരുട്ടി തുടങ്ങി ഏകദേശം. ഇന്ന് നമ്മൾ ആന്ധ്ര നമ്മൾ ഇന്ന് പിടിക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ആ ഒരു ബോർഡർ ഏരിയ ഒക്കെ ചിലപ്പോൾ രാത്രി എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഉള്ള ഏരിയ കൂടിയാണ് നമ്മൾ ഇന്ന് പെനുഗുണ്ടയിൽ ചെന്ന് കയറണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും അടുത്ത ടൗൺ നോക്കിയിട്ട് അവിടെ പെട്രോൾ പമ്പ് ഏതെങ്കിലും നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ. കർണാടകയിൽ വന്നപ്പോൾ കണ്ട ചക്ക കച്ചവടമാണ് കേട്ടോ. ഇതേപോലെ നമ്മുടെ കേരളത്തിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചക്ക വാങ്ങുകയും കഴിക്കുകയും. ചക്ക ഇതേപോലെ ഫുള്ളായിട്ട് വാങ്ങാനാണ് എല്ലാവർക്കും മടി. കാരണം ഇതേപോലെ പൊളിച്ച് വെച്ച് വിൽക്കുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ വാങ്ങും. നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെയാണ് ഇങ്ങനെ കൂടുതലും കാണാൻ പറ്റുന്നത്. ഒരു ജക്കനഹള്ളി ಕನ್ನಡದಲ್ಲಿ ಇದನ್ನ ಹೆಸರು ಏನು? ಚಕ್ಕ. ಇದು ಚಕ್ಕ. ಜಾಕ್ ಫ್ರೂಟ್ ಇಂಗ್ಲಿಷ್. ಕನ್ನಡದಲ್ಲಿ ಏನು?
ಹಸನ್ ಅನಸ್ತನ್ 1 kg ಎಷ್ಟು 1 kg 120 120 120 നമ്മൾ ആ ചക്ക കച്ചവടം അവിടെയൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറേ ടൈം പോയി. അങ്ങനെ ഇതാ ഒരു 6:45 7 മണി ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ രാത്രി കർണാടകയിലൂടെയുള്ള യാത്ര അത്ര സേഫ് അല്ല. എവിടെയെങ്കിലും കയറി പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിക്കണം. ഓഗ്ലാമിൻ്റെ ലൈറ്റ് കണ്ടില്ലേ, LGPൻ്റെ ലൈറ്റാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണം. അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. ഒരു റെഡ് ഷെയ്ഡും ഇതിന് കിട്ടുന്നുണ്ട് ശരിക്കും. യാത്രക്കിടെ ഫുഡ് കഴിക്കാറുള്ള ഇതേപോലത്തെ കടകളിൽ റേറ്റും കുറവായിരിക്കും, ഫുഡ് പോയ്സൺ അടിക്കാനുള്ള ചാൻസും കുറവായിരിക്കും. ಏನಲ್ಲ ಇದೆ ಎಗ್ ರೈಸ್ ಕಬಾಬ್ ಎಗ್ ರೈಸ್ ಎಷ್ಟು 50. ഞാൻ ഇതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡുകളിൽ നിന്നാണ് കൂടുതലും കഴിക്കാറുള്ളത്. എഗ് റൈസ്, ചിക്കൻ റൈസ്, ഇതൊക്കെ ആകുമ്പോൾ വലിയ സീൻ നമുക്ക് കിട്ടൂല. കാരണം ഫ്രഷ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണി കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇതാണ് കർണാടകയിലെ എഗ് റൈസ്. തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും. ഇവിടെ അത്ര സ്പൈസി അല്ല കേട്ടോ കർണാടകയുടെ എഗ് റൈസ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നയാര പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ നയാര. ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ഉമ്മാരടുത്ത് ചോദിച്ചു നോക്കാം നമുക്ക്. ഇവിടെയാണ് നല്ലത്. ഇവിടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഈ ഒരു പമ്പ് 9 മണി വരെ ഉള്ളൂ. ഇവരെല്ലാം ഇവിടെ തന്നെ കിടക്കണത്, സേഫാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഇവർ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഇവിടെ ടെൻ്റ് അടിക്കാം, അടുത്ത് ഫുഡ് കഴിക്കാനുള്ള കടയും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടെന്ന് അവർ പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്യണ ഈ ടെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ടെൻറ്റ് നമ്മളിവിടെ സെറ്റാക്കി ഇന്നിവിടെ ഉറങ്ങാൻ പോയാണ്. നാളത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ നമ്മൾ നേരെ കർണാടകയിൽ നേരെ ആന്ധ്രാപ്രദേശിലൊക്കെ ചെന്ന് കയറാൻ പോണത്. ഇത് നല്ല വൃത്തിയുള്ള പമ്പാണ് കേട്ടോ നയാര. കിടിലം പമ്പാണ് ശരിക്കും.